പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ളൊരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ തേങ്ങയും ശർക്കരയും എടുത്തിട്ടുണ്ട്. ചക്കയും ശർക്കരയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. വരിക്കച്ചക്ക ആയതുകൊണ്ട് പലഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം, അല്ലെങ്കിൽ വേവിച്ചെടുക്കണം. എങ്കിലേ നമുക്കത് നന്നായി കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ചക്കയും ശർക്കരയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ചക്കയ്ക്കും ശർക്കരയ്ക്കും ആവശ്യമായിട്ടുള്ള പൊടി എടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്കങ്ങ് കിട്ടില്ല. ആവശ്യത്തിനുള്ള പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് അതിൻ്റെ പാകത്തിന് മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങയും നമുക്കിതിലേക്ക് ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ അതനുസരിച്ചുള്ള ടേസ്റ്റും കൂടും. എനിക്കിവിടെ കുറച്ച് തേങ്ങ കുറവുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് ഇപ്പം എന്താ വില? പൊള്ളുന്ന വിലയല്ലേ തേങ്ങയ്ക്ക്. നിങ്ങൾക്കുള്ളതുപോലെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ശർക്കരയും ചക്കയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഏലക്കായും ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് പിന്നെ ഒരു കയ്യിലെടുത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നന്നായി കൈ കഴുകിയിട്ട് കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്താലും മതി. അതാണ് ഒന്നുകൂടി നല്ലത്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മധുരം പോരാതെ ഉണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. ശർക്കര പാനിയാക്കി ചേർത്താലും മതി. ചക്ക മിക്സിയിൽ അരച്ചെടുക്കേണ്ടത് കൊണ്ട് ഞാൻ ആ കൂടെ തന്നെ ശർക്കരയും ഇട്ട്. അഴുക്കില്ലഞ്ഞത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഞാൻ ദേ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. കട്ടൻ ചായയും കൂടി തിളപ്പിച്ചിട്ട് വേണം ഈ അപ്പം ഒന്ന് കഴിക്കാൻ. മഴയത്ത് അതൊരു സുഖമല്ലേ. പിന്നെ ഇത് ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ. മഴ പെയ്ത് വെള്ളം കയറിയെങ്കിലും ചക്കയ്ക്ക് മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ദേ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയോ നെയ്യോ എന്ത് വേണേലും ഒഴിക്കാം. അത് ആ പാത്രത്തിൻ്റെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം നന്നായിട്ട് വിട്ടു പോരാനും അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. നെയ്യാണെങ്കിൽ ഒന്നൊരു ടേസ്റ്റ് കൂടും. ഒരു പാത്രത്തിൽ തികയാത്ത കൊണ്ട് ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അപ്പം വെച്ച് നമുക്ക് വേവിക്കാം. ഒക്കെ റെഡിയാക്കി വെച്ച് ഇനി സ്റ്റൗവും കത്തിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം റെഡിയാകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പം ദേ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇറക്കി വെച്ച് നമുക്കൊന്ന് തണുപ്പിക്കാം.
ദേ തണുത്തിട്ടുണ്ട്. ഇനി അത് ഓരോ പീസായി മുറിച്ച് പാത്രത്തിലേക്ക് എടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.